അപ്പൊ ശരിക്കും ഇതാ ഇതിൽ തേയില എങ്ങനെയാണ് വെട്ടുന്നത് കാണട്ടാ. നമ്മുടെ വീഡിയോയിൽ ഇതാ കാണുന്നു. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഏതാണ്ട് കാപ്പിത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ അല്ലേ. സൂപ്പർ. അപ്പൊ ഇവിടെ എങ്ങനെ വീട് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഇല്ല, ഇവിടെ തന്നെ കൂടാൻ തോന്നുന്നു. അടിപൊളി സ്ഥലമാണ്. പൈസ ആയിട്ട് വന്നാ മതി, വേറെ ഒന്നും വേണ്ട, മാത്രമേ ആവശ്യമുള്ളൂ. പൈസ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഇതൊന്നും കാണാൻ പൈസന്റെ ആവശ്യമില്ലട്ടാ. അത്രക്കും ഭംഗിന്ന് പറയാൻ എന്താ വെച്ചാൽ എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താ വെച്ചാൽ പെണ്ണുങ്ങൾ പറഞ്ഞാൽ ഈ ഔത്തിരിക്കണ പോലാണ്. അപ്പൊ ഈ തേയിലത്തോട്ടവും ഈ പ്രകൃതി കാണുമ്പോതാ ഇതിൽ മയങ്ങും. നമ്മളെ അടുക്കളയും നമ്മളാ പണി ലോകമൊക്കെ മറന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു എല്ലാം മറന്നു പോകും അല്ലേ. അടിപൊളി. അപ്പോ ഞങ്ങള് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വയനാട്ടിൽ വന്നിട്ട് ഊട്ടിക്ക് ഇറങ്ങിയതാണ് ശരിക്കും പറയുകയാണെങ്കില്. അപ്പൊ ഓർമ്മയില്ലാതെ എന്ത് ചെയ്ത് ഊട്ടിന്റെ ഓർമ്മയില് വയനാട്ട് റൂട്ടില് പോന്ന്. ഊട്ടിക്ക് പോണെങ്കിൽ നമ്മൾ ഒതുക്കിങ്ങൽ വഴി നിലമ്പൂർ വഴിയല്ല, ആ റൂട്ടാണെന്ന് ബോധമില്ല. പോരുമ്പോള് ചെറുതായിട്ട് മറന്ന് അപ്പൊ നേരെ കോഴിക്കോട് വഴി ഇറങ്ങി. പക്ഷെ കോഴിക്കോട് വഴി ഇറങ്ങൽ നമ്മള് വയനാട്ടിക്കല്ല, അതിന്റെ ഓർമ്മയില്ല. കുറെ പോന്നതിന്റെ ശേഷം നമ്മളിപ്പോ വയനാട് റൂട്ടിലാണ് പോണെന്ന് ആലോചിച്ചത്. എന്താ വെച്ചാല് ഊട്ടിക്ക് പോകുമ്പോൾ നമ്മള് നിലമ്പൂര് തേക്ക് മ്യൂസിയം കടന്നിട്ടല്ലേ പോക്ക്. അപ്പൊ അതൊന്നും കാണുമ്പോ ഞാൻ അങ്ങനെ എനിക്ക് അപ്പോഴാണ് ബോധം വന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ഇതിൽ കൂടിയാണ് ഊട്ടിയാക്കി. പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. എല്ലാരും മസലഗുഡി വഴി ഊട്ടിക്കല്ല പറയല്, വയനാട് വഴി ഊട്ടിക്ക് കൂടി പോകാൻ പറ്റും. നമുക്ക് കാണാത്ത കാഴ്ചകൾ കാണും ചെയ്യാം, പുതിയ വഴികളൊക്കെ അടിപൊളിയാണ്. അപ്പൊ ആരും മിസ് ചെയ്ത് ഇതിൽ കൂടി ഒന്ന് കറങ്ങി വെക്കൊണ്ട് ലേശം കിലോമീറ്റർ കൂടുതൽ ഓടണം. എന്താ അടിപൊളിയാണ് തേയിലത്തോട്ടം. ചിലയിടത്തൊക്കെ കയറായല്ലോ, ഇവിടെ ഫുള്ള് കേറി കറങ്ങാം. അപ്പൊ ബാക്കിയുള്ള വീഡിയോ കണ്ടോളിട്ടാ, സൂപ്പർ ആയോ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിർത്തി ചാടിക്കാൻ നിർത്തിയാ. അപ്പൊ ചായ കുടിക്കാം. വീണു ഗൈസ്, നല്ല വീണു. എന്താ ഭംഗി. തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ മോനോട് എന്തോ കണ്ടുകൊണ്ട് പോയി നോക്കാം. മലപ്പുറം കോട്ടക്കൽ വീട്. ഇതെന്താ എന്താ ഭംഗി അറിയോ. ശരിക്കും ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഇങ്ങോട്ട് പോരാനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം, ഞാൻ ഒന്ന് വണ്ടിയിൽ നിന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ മാറി. ഇതിങ്ങനെ കണ്ടപ്പോഴേ ഇവൻ ഇവിടെ എന്തോ കണ്ടു വെച്ചിരിക്കും. ദൂരെ നമ്മളെ വണ്ടി നിർത്തിയിട്ടിട്ട് ഒരു മല കയറിയിട്ട് മലന്റെ മേലിൽ വന്നാട്ടാ. ഇനി മല അടിയിക്ക് ഇറങ്ങാണ്. എന്താ രസം എന്നൊക്കെ കാണാൻ. മൊത്തം തേയിലത്തോട്ടാണ്. ഇങ്ങനെ തേയിലത്തോട്ടം നടത്തി ഇങ്ങനെ വന്നിട്ടില്ല. എത്ര ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഇതിനുള്ളിൽ ചിലയിടത്തൊന്നും കയറാനുള്ള അലൗഡ് ഉണ്ടോ? വലിയ തേയിലത്തോട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ അടിപൊളി
ഇവരൊക്കെ ഇങ്ങനെ തേയില ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണേ. മോനോട് എന്തോ കണ്ടുങ്ങനെ പോയി. ഞങ്ങൾ മലപ്പുറം കോട്ടക്കൽ. നിങ്ങളിവിടെ അടുത്ത് തന്നെ ആവില്ല വീട്? ആ, ഞങ്ങളിത് വെട്ടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യം കാണാണ്. ഇനി പണി എപ്പോഴാണ് കയ്യിലപ്പോ? 11 പോകും. ആ അത് ശരി. അപ്പൊ ശരിക്കും ഇതാ ഇതിൽ തേയില എങ്ങനെയാണ് വെട്ടുന്നത് കാണട്ടാ. നമ്മുടെ വീഡിയോയിൽ ഇതാ കാണുന്നു. അടിപൊളിയായിട്ടുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ, വെട്ടുന്നത് കാണാൻ. നല്ല രസമുണ്ട്. വീട് ഇവിടെ അടുത്ത് തന്നെ? അതാ ഇവിടെ നല്ല വലിയ ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിലുള്ള ഇവിടെ ഒക്കെ കയറി വന്നു വെച്ചാൽ ഞങ്ങള്. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. എവിടെ ഓഫ് റോഡ്? വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല. എങ്ങനെ വന്ന പോലായില്ല? അവിടെ കാണണ്ടാ? എന്താ മാള് മോനെ കൂടി ഇവിടെ മുമ്പൊക്കെ ഇട്ട് പോകുന്നതാണ്. ഇവിടെ ഭയങ്കര രസമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട്. സെയിം മൂന്നാറിലെ പ്രസിഡന്റ്. ആ ഇതൊക്കെ വണ്ടി പോണ ഓഫ് റോഡ് പോകുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഇവിടെ. ഈ റോഡ് അത് അങ്ങോട്ടൊക്കെ തോട്ടത്തിലൊക്കെ പോകുന്നാവും. പൊന്നോ ആദ്യം ഒന്നും കൂടി. നിന്ന് നോക്കിയാലും എന്താ ഭംഗി, ചുറ്റുഭാഗം നോക്കിയാലും അടിപൊളിയാണ്. ഇതൊന്നും പറയാനില്ല. അതുണ്ടില്ലേ ഇവിടെ താഴെല്ലാം വീടുകളാണ് തോന്നുന്നത്. അവിടെയൊക്കെ വീടുകൾ കാണുന്നുണ്ട്. താഴെല്ലാം കാണുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ താഴ്ന്നു വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പൊന്തിപ്പോയതാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ആ സെന്ററിലെല്ലാം വീടുകളാണ് കേട്ടോ. നിറച്ച് വീടുകളാണ് സെന്ററിലെല്ലാം. ആ അവരെ വീടുകളെല്ലാം ഈ ചുറ്റുവട്ടത്താണെന്നല്ല പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ വീടുകളായിരിക്കും എന്ന് വിചാരിക്കണേ. എനിവേ ഭയങ്കര രസമുണ്ട് കാണാൻ. ഏകദേശം മൂന്നാറിലൊക്കെ പോയ ലുക്കുണ്ട് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പതാ ഞങ്ങളെ താഴെ പോയി കയറി വരുന്നുണ്ട്. ഒരു മല കയറി ഇനി ഒരു മല ഇറങ്ങുന്നുണ്ടാ. ഞാനിതങ്ങനെ കുറച്ച് കയറ്റാണ് ഇവിടെ തൊളിച്ച് കൊണ്ടുപോകണേട്ടാ. ഞാൻ പോരായിട്ട് അവിടെ നിന്നിട്ട് എന്തോരം സുഖം, തണുത്ത കാറ്റോ എന്താ പറയാ, ഒന്നും പറയണ്ട, കുഞ്ഞൊന്നും പറയാനില്ല. പോരാൻ തോന്നൂല. രസാ തണുത്ത കാറ്റ്. പിന്നെ അവിടെ താഴെയൊക്കെ നല്ല തണുത്ത കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ എടുത്ത്. അപ്പൊ ആരും മറക്കണ്ട, വയനാട് വഴി ഊട്ടി, മസലഗുഡി വഴി അല്ലട്ടാ, മേപ്പാടി വഴി ഊട്ടിക്ക് പോകുമ്പോഴത്തെ കാഴ്ചകളാട്ടത് ഈ കാണുന്നത്. തേയിലത്തോട്ടത്തിന്റെ ഒരു ലോകാണ് ഇവിടെ. ചേച്ചിമാരൊക്കെ പോയിട്ടാ ഫുള്ള്. ഞായറാഴ്ച 11 മണി വരെ ഉള്ളല്ലോ. ഞാൻ ഈ കുയില് വീണ് നേരത്തെ കണ്ട് വരുമ്പോ ഫോണൊക്കെ തള്ളി. നമ്മളിവിടെ എവിടെ കുയിലതൊന്നും അറിയില്ലല്ലോ, നമ്മളിങ്ങനെ നടന്നില്ലല്ലേ, ഓൽക്കറിയാ. ഒന്നും പറയാനില്ല, കണ്ടില്ലേ? So beautiful. ഒന്നും പറയാനില്ല. So elegant. Just looking like a wow. ബാക്കി അറിയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. Just looking like a wow. ഏതായാലും അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ കാപ്പി തോട്ടത്തിലൊക്കെ കയറിയിട്ട് ആർക്കും കംപ്ലൈന്റ് പ്രശ്നങ്ങളില്ല. പിന്നെ മുതലാളിമാരെല്ലാം പറഞ്ഞു കയറിക്കോളി എന്ന് പറഞ്ഞു. വയനാട് എന്താ പറയാ, വയനാട് എല്ലായിടത്തും എനിക്ക് ഈ പാർക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ നടന്ന് പ്രകൃതിയിലൂടെ നടക്കണം, അല്ലാതെ പാർക്ക് അതൊക്കെ ഉണ്ടാക്കി വെച്ചതല്ല. ഒരുപാട് ഉയർത്താണല്ലേ? ഒരുപാട് ഉയർത്താണ്. നമ്മളെ വണ്ടി അതാ തലക്കലിട്ടാ, ലോക്കൊന്നും ചെയ്യാതെ ഇതിന്റെ രസം കൊണ്ട് വണ്ടിയൊന്നും ഓർമ്മയില്ലാതെ കേറി ഓടിയതാണ്. പച്ച പരവനാതി എന്ന് പറഞ്ഞ ഇതാണ് ഏറ്റവും പച്ച പരവനാതി.
ഇത് ഇത് ഒഴിവാക്കാൻ കഴിയൂല. ഇത് എന്താ സംഭവം മാത്രം കണ്ടുപിടിച്ചാണത്. വേറെ ആരും ഇതിനെ കണ്ടുപിടിച്ചില്ല. വയനാട് പോയി ഊട്ടി കാണണ്ട കാഴ്ചയാണ്, കാണണ്ട കാഴ്ച. എടാ ഞമ്മളുള്ള മുളങ്കാട്ടിലെ മുളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ മുള കവുങ്ങും തോട്ടം ഉണ്ട്. ഇതാ കവുങ്ങും തോട്ടം. ഞാൻ അവിടുന്ന് കടലാസ് കൊമ്പിന്റെ കഷ്ണം വാങ്ങി. അതെ, അടിപൊളി ഉണ്ട്. കടലാസ് പൂവിന്റെ കൊമ്പുണ്ട്. മാള അവിടുന്ന് വെട്ടി വാങ്ങിട്ട് ആ തേയിലത്തോട്ടത്തിന്റെ ഇല്ലാത്ത കളറാണ്. അപ്പൊ 2 കൊമ്പ് പൊട്ടിക്കാൻ പറ്റിയത്. പക്ഷെ നമ്മളിപ്പോ ഈ കടലാസ് പൂട്ടിന്റെ ശേഷം കാണിച്ചു കൊടുത്തിട്ടില്ല കാഴ്ചനൊന്നും നമ്മളാർക്കും. അതിന്റെ വീഡിയോ എവിടെ ഉണ്ട്? കടലാസ് പൂവിന്റെ പൂര പൊടിപ്പൂരാണ് അവിടെ. കടലാസ് ഒരുത്തനെ ഈ ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് അത് ഷോർട്ടാക്കിയതല്ലോ, ഗോ വീട്ടീന്ന് GVTന്ന് ഒരുത്തൻ വായിച്ചേ. ഗോട്ട് ഓഫ് തമിഴ്നാട്. ഗോട്ടാണ്, എന്തോ ഒരു സാധനമാണ്. മോനുമായിരിക്കും. കുട്ടിമോനോ? ഞാൻ വിശ്വസിക്കൂല. പറയോ ഗോട്ട് ഓഫ് തമിഴ്നാട്. ഗോട്ട് ഓഫ് തമിഴ്നാട്. അപ്പോ ഇനിയും നമുക്ക് 100 ചില്ല കിലോമീറ്റർ പോണം. എണ്ണഞ്ഞു അടിച്ചോണ്ടി വരുമല്ലോ. ഞാൻ അടിച്ചത് എഴുതി പോയിക്കോളി. എണ്ണ ഇന്റെ വകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് അടിച്ചുണ്ടാക്കണ എന്തിനാണറിയോ? ഈ യാത്രക്കാണല്ല, ഒന്നിനുമല്ല. വേറെ ഒന്നും ഞാൻ എത്ര വില കൽപ്പിക്കണില്ല. എനിക്ക് യാത്ര എന്റെ ജീവിതത്തില് എന്താ പറയാ, മരിച്ചാണെങ്കിലും ഒരു യാത്ര പോയിക്കാണ്ട്. അല്ല, ഞാൻ പറയാം മരിച്ചവർക്ക് ഒരാഗ്രഹങ്ങള് ഫുഡ് അത് കഴിച്ചാണ്. നിങ്ങൾ യാത്ര പോയിക്കാണ്ട് എനിക്കുള്ള ആഗ്രഹം തീർത്താണ്ട് നിങ്ങൾ ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യും, പിന്നെ എണ്ണന്റെ കാര്യം ചെയ്യേ. എണ്ണന്റെ കാര്യം ഞാൻ ഏറ്റ് ആയിക്കോട്ടെ. അക്കൗണ്ടിൽ 1000 രൂപയും കൂടി ഉണ്ട്. അതും കൂടി തീർന്ന ഭക്ഷണത്തിന്റെ കാര്യോ? ഫുഡ് ഞാൻ ഉണ്ടാക്കിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വണ്ടിയിലുണ്ടല്ലോ. അല്ല, അതിന്റെ ഇടയിൽ ഇടച്ചെലവ്, ചായ, വെള്ളം, സർവത്ത്, അത് ഇതൊക്കെ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ടല്ലോ. അതോ അത് നിങ്ങള് പണി പാടും. സർവത്ത്, വെള്ളം, ചായ, അതിന്റെ പൈസ വേണമെങ്കിൽ ഞാൻ കൊടുക്കാതിരിക്കാം. പക്ഷെ എണ്ണന്റെ പൈസ എന്തായാലും ഡീസലിന്റെ പൈസ വെച്ച് കൊടുക്കേ പറ്റുള്ളൂ. ആയിക്കോട്ടെ. എന്താ സാധനം എന്നറിയോ? പിന്നെ നമ്മള് നാസറാക്കിയും ഖദീജയും പോരണമെന്നുണ്ടായിരുന്നു. അവർക്ക് പോരാൻ പറ്റിയില്ല. അവർക്കൊരു എന്താ പറയാ, ഒരു കുടുംബത്തിലൊരു കുടിയിരിക്കലിന്റെ ഭാഗമായിട്ട് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പോരാൻ പറ്റിയില്ല. അല്ലെ ഇപ്പൊ അവരും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ടൂറിലും അവരില്ലാതിരിക്കലില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടില്ലേ, ഭയങ്കര മിസ്സിങ്. എന്താ പറയാൻ പറ്റില്ല. നമുക്കൊരു ഫാമിലി കൂടി, പ്രത്യേകിച്ച് അവര് ഞങ്ങള് അത്രക്കും 10 വർഷത്തോളമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അടിപൊളിയായിട്ട് നല്ല അയൽവാസികളായിട്ടാണ് ജീവിക്കണം. ഇന്ന് വരെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഷെയർ ചെയ്തിട്ടും നല്ല രീതിയിലാണ്. ഞങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ നല്ലൊരു ബന്ധമാണ്. അപ്പൊ അവരും ഇത് കൂടെ ഉണ്ടാവുമ്പോ ഒരു രസമാണ്. എല്ലാരും കൂടി നമുക്ക് വേറെ ഫാമിലി നമ്മളെ കൂടെ ഉണ്ടാവുമ്പോ രസല്ലേ. അപ്പൊ അവരില്ലായിട്ട് എന്തൊക്കെയാ നാസറാക്കാന്റെ ആ തൊരാതെ വഴക്കാത്ത സംസാരം ഇതും കൂടി ഇങ്ങനെ സമയം പോണ അറിയില്ല. ഒരു 1.5 മുതലാണ് ആള് അല്ലേ. അപ്പൊ നാസറാക്ക വീഡിയോ കണ്ടുകൊണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞൊക്കെ കേട്ടാണ്ടിട്ടാ. ഖദീജാന്റെ പൊട്ടത്തരങ്ങളും ഖദീജാന്റെ ഇന്ത്യൻ പൊട്ടത്തരങ്ങളും അല്ലേ, രണ്ടും കൂടി. അപ്പൊ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ആകെയുള്ള ചിന്ത ബിരിയാണി ചെമ്പ് പൊട്ടിക്കാണ്ട് അത് എപ്പോഴാ പൊട്ടിക്കേണ്ടത്? അപ്പൊ ഏകദേശം ഊട്ടിക്കാണ്ട് ഒരു പകുതിയെങ്കിലും ഓർഡർ എന്നിട്ട് പൊട്ടിക്കാന്നല്ലേ. കേടില്ല. ഞങ്ങള് എന്താണ് പൊറാട്ടയും വെള്ളവും കുടിച്ചത്. അപ്പൊ പിന്നെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഇവിടെ എന്താണ് ചായയും നല്ല സൂപ്പർ ചായ അല്ലേ, പുളി ചായ പറയണ്ട. ആ ഒരു സ്ത്രീ കേട്ടാ, അതിന്റെ ഭർത്താവിനൊന്നുമില്ല, ഇട്ടുകാണ് പോയതാണ്. ഒറ്റക്കാണ്, അതിന്റെ മോളും ഉണ്ട്. പാവം തോന്നാ. ചായക്കടയും പഠിച്ചോനെ എല്ലാരും ആയുസിനെ നേടി തെറ്റാ. ആണുങ്ങളില്ലാത്ത ജീവിതം ഉണ്ടല്ലോ, ആലോചിക്കാൻ പറ്റൂല. അല്ല, ഞാൻ കാര്യം പറയണ, എനിക്ക് ഭയങ്കര വേദനായി അവര് ആ പണി എടുക്കണ കണ്ടിട്ട്. ഭയങ്കര വിഷമായി. പിന്നെ അവർക്കാണ് കൊടുക്കേണ്ടത്. അവരടുത്ത് ചായ കുടിക്കണം. പൈസ ഒന്നും കൂടുതലില്ലല്ലേ. നല്ല ചായ, സർവത്തൊക്കെ ഒരു പ്രത്യേക വെറൈറ്റി സർവത്തില്ലേ ചായ എന്നറിയോ. പ്രത്യേകിച്ച് ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ നല്ല ഇഷ്ടപ്പെടും. അത്രക്കും നല്ല ടേസ്റ്റുള്ള ചായ. അസ്കർ ഒന്നും ഒഴിഞ്ഞു പോകില്ല ഇവിടുന്നിട്ടാ. ചായ സൂപ്പറാണ്. ഇവിടെ വരും അസ്കർ. അസ്കർ വരെ കൂടെ ലോറി പോയിന്ന ആളെ പറ്റിയാ പറയുന്നത്. അസ്കർ നമ്മളെ കല്യാൺ അസ്കർ വീഡിയോ കാണലുണ്ടാവും. അസ്കറെ ചായ വേണോ?
മുന്താസ് ചായക്കടയിൽ വന്നോണ്ടേ കുടിച്ചോണ്ടേ വിടരുത്. മുന്താസിന്റെ ചായക്കട. ചായക്കട അതിന് മസനഗുടി വഴി ഊട്ടിയില്ല, മേപ്പാടി വഴി ഊട്ടി. അതെ, മേപ്പാടി വഴി ഊട്ടി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്ന് ഞങ്ങള് വയനാടിന്റെ വീഡിയോ ആണ്. നാളെ ഊട്ടിന്റെ വീഡിയോ ആയിട്ട് വരാം അല്ലേ? അപ്പൊ ഞങ്ങൾ അടുത്ത് ഊട്ടിക്കാണ്. ഇപ്പൊ വയനാടിന്റെ കാഴ്ച കണ്ടില്ല. ഞങ്ങള് ഈ പാർക്ക് അങ്ങനത്തേലൊന്നും പോയിട്ടില്ല. വെറുതെ ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി. ഈ നേരെ ഊട്ടി പോയിട്ട് അവിടെ ഇറങ്ങിക്കാണ്ട് കാണണം. നേരെ ഊട്ടി.